ഫ്രണ്ട്സ്, നമ്മുടെ കേന്ദ്ര സർക്കാർ അതായത് മിനിസ്ട്രി ഓഫ് കൾച്ചറിന് കീഴിലുള്ള സാഹിത്യ അക്കാദമിയിലേക്കുള്ള പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പെർമനന്റ് വേക്കൻസിയാണ്. ഫ്രഷേഴ്സിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന വേക്കൻസികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുക. ഇവിടെ കാണാം ഡെപ്യൂട്ടി സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റ്, ഇതിലൊരു വേക്കൻസി ജനറലാണ്. പിന്നെ അതുപോലെ അസിസ്റ്റന്റ് എഡിറ്റർ, ഇതിലൊരു വേക്കൻസി ജനറലാണ്. അൺറിസർവ്ഡ് പോസ്റ്റാണ്. അൺറിസർവ്ഡ് പറഞ്ഞാൽ ഏത് കാറ്റഗറിയിലവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് 50 വയസ്സ് വരെയൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. അതിൽ സീനിയർ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ അസിസ്റ്റൻ്റ് ആണ്. ഇതിലേക്ക് 2 വേക്കൻസി, അതിൽ ഒന്ന് OBC, ഒന്ന് EWS ആണ്. പിന്നെ ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ, ഒന്ന് ജനറലാണ്. ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. പിന്നെ ഇവിടെ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, ഇതിലേക്ക് ഒരു വേക്കൻസിയാണുള്ളത്. അത് OBCക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, OBC NCL കാൻഡിഡേറ്റ്സിന്. പിന്നെ പ്രോഗ്രാം അസിസ്റ്റൻറ്റ് ഒരു വേക്കൻസി, അൺറിസർവ്ഡ് പോസ്റ്റാണ്. ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. പിന്നെ പബ്ലിക്കേഷൻ അസിസ്റ്റൻറ്റിൽ 5 ഉണ്ട്. അതിൽ 3 അൺറിസർവ്ഡ് പോസ്റ്റും, ഒന്ന് SCക്കും ഒന്ന് EWSനുമാണ്. പിന്നെ അതുപോലെ തന്നെ പ്രൂഫ് റീഡർ കം ജനറൽ അസിസ്റ്റൻറ്റ് 2 വേക്കൻസിയാണ്. അതിൽ ഒന്ന് ജനറൽ, ഒന്ന് OBC. പിന്നെ അടുത്തത് സ്റ്റെനോഗ്രാഫർ 4 വേക്കൻസി. പിന്നെ അതിൽ റിസർവ് വേക്കൻസി ഉണ്ട് കേട്ടോ, നോക്കണം. പിന്നെ അതുപോലെ തന്നെ മെസ്സഞ്ചർ കം റൈഡർ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഒരു വേക്കൻസി, അൺറിസർവ്ഡ് പോസ്റ്റാണ്. വാൻ ഡ്രൈവർ ഒരു വേക്കൻസി, അൺറിസർവ്ഡ് പോസ്റ്റാണ്. ജൂനിയർ ക്ലർക്ക് 4 വേക്കൻസി ഉണ്ട്. അതിൽ ഒന്ന് OBCക്കും ബാക്കി ഒന്ന് SC, ഒന്ന് ST, ഒന്ന് EWSനാണ്. ഇതിലേക്ക് ജനറൽ വേക്കൻസി ഇല്ല കേട്ടോ. അതുകൊണ്ട് ഈ റിസർവ്ഡ് വേക്കൻസി ഉള്ള ഈ റിസർവ്ഡ് കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് 6 വേക്കൻസി ഉണ്ട്. 3 OBCക്ക് ആണ്, 3 EWSനുമാണ്. അപ്പോൾ ഇതിൻ്റെ പേ ലെവലൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ലെവൽ 1, ലെവൽ 2 കാറ്റഗറിയിലുള്ള പോസ്റ്റാണ്. അതിൻ്റെ പേ സ്കെയിലൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ പേ ലെവൽ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഡെപ്യൂട്ടി ഇത് പേ ലെവൽ 11 ആണ്. ഓക്കെ. പിന്നെ അസിസ്റ്റൻറ്റ് എഡിറ്റർ പേ ലെവൽ 10 ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പേ ലെവൽ 6 മുതൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ, പോസ്റ്റിംഗ് ലൊക്കേഷൻ അവിടെ കൊടുത്തിരിക്കുന്നതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, പല ബാംഗ്ലൂരുണ്ട്, ചെന്നൈ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നോക്കുക, നിങ്ങൾ അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ തുടർന്ന് കാണാം. ഇതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. നേരെ നമുക്കിതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ നമ്മൾ താഴെ നിന്ന് മുകളിലേക്കാണ് പോകുന്നത്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് 13ാമത്തെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫാണ്. ഇതിലേക്ക് 6 വേക്കൻസി ഉണ്ട് നമ്മൾ പറഞ്ഞു. ഇതിൽ പേ ലെവൽ നിങ്ങൾ നോക്കുക 50 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ. പിന്നെ ഗവൺമെൻറ് റൂൾ പ്രകാരമുള്ള ഏജ് റിലാക്സേഷൻ കാര്യങ്ങൾ എക്സ്ട്രാ നിങ്ങൾക്ക് ലഭിക്കും. ഇനി എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് MTSലേക്ക് അപ്ലൈ ചെയ്യാൻ +2 അല്ലെങ്കിൽ 10th പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം. 10th മാത്രം വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് +2 ഉണ്ടെങ്കിൽ +2 വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല ITI കഴിഞ്ഞവരാണെങ്കിൽ ITI വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. IT ഇന്ന ട്രേഡ്, ഏത് ട്രേഡ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ 10th വെച്ചിട്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ +2 വെച്ചിട്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് IT വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിലേതെങ്കിലും ഒന്നുണ്ടായാൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ വർക്കുകളൊക്കെ നിങ്ങൾ ചെയ്യേണ്ടി വരും. അതായത് ഇപ്പോൾ നിങ്ങൾ 2-3 പേര്, ഇപ്പോൾ ക്ലീനിങ് അങ്ങനെയുള്ള, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ 3-4 വർക്കൊക്കെ ചെയ്യുന്ന അത് നിങ്ങൾ ഒരുമിച്ച് ചെയ്യേണ്ടി വരും. 3-4 ആളുകൾ ചെയ്യുന്ന വർക്കുകൾ വിവിധ കാറ്റഗറി നമ്മൾ ചെയ്യേണ്ടി വരും കേട്ടോ. ഒരേ ലെവലിൽ വർക്കെല്ലാം ഉണ്ടാകുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ ഒരു ബേസിക് നോളജ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ യാതൊരു എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ ഇതാണ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ. ഡിസേബിൾ ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലിക്കേഷൻ ഫോം കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അറ്റ്ലീസ്റ്റ് 2 ലാംഗ്വേജസ് അറിയുന്നുണ്ടോ, അല്ലെങ്കിൽ സൈക്ലിംഗ് അറിയോ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്താണ് ഡിസേബിൾ ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്ലിക്കേഷൻ ഫോമിൽ കൊടുക്കുക. ഇല്ലെങ്കിൽ നിർബന്ധമില്ല, ഫ്രഷേഴ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പോസ്റ്റിംഗ് ലൊക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ ഇതിലേക്ക് സെലക്ഷൻ മെത്തേഡ് ആണ്, റിട്ടൺ ടെസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഓക്കെ, അതിൽ അതിൻ്റെ വെയിറ്റേജും മാർക്ക് വെയിറ്റേജിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാവുന്നതാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ അടുത്തത് നമുക്ക് വരുന്നത് ജൂനിയർ ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റാണ്. 4 വേക്കൻസി ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് 50 വയസ്സിൽ അപ്ലൈ ചെയ്യാൻ. പേ ലെവൽ 2 ആണ് വരുന്നത്. ഇതിലേക്ക് +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ് അപ്ലൈ ചെയ്യാൻ വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഹിന്ദിയിൽ ഒരു 30 വേർഡ് പെർ മിനിറ്റും ഇംഗ്ലീഷിൽ ഒരു 35 വേർഡ് പെർ മിനിറ്റ് എന്നുള്ള സ്പീഡിൽ ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം കമ്പ്യൂട്ടറിൽ. പിന്നെ കമ്പ്യൂട്ടർ ബേസിക് നോളജും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതായത് ഈ ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടോ നോക്കുക. ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ആ ഒരു ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. കാരണം ഇതിൻ്റെ സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും. ആ സമയത്ത് പിന്നെ നമ്മൾ ഫെയിലായി, അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. +2 മതി അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ, +2 മതി. സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും, അത് നമ്മൾ ക്വാളിഫൈ ചെയ്ത് കാണിക്കണം കേട്ടോ. പോസ്റ്റിംഗ് ലൊക്കേഷനോടെ കാണാം നിങ്ങൾക്ക്. അടുത്തത് നമുക്ക് വന്നിരിക്കുന്നത് വാൻ ഡ്രൈവർ ആണ്. ഒരു വേക്കൻസിയാണ്. 50 വയസ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. പേ ലെവൽ 2 ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഇനി +2 പാസ്സായവർക്കും അപ്ലൈ ചെയ്യാം. 10 ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം, +2 ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് വേണം, വാലിഡ് ആയിട്ടുള്ള മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അത് ലൈറ്റ് ആൻഡ് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ, അതോടൊപ്പം തന്നെ ഓട്ടോമൊബൈൽ മൈനറായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് റിപ്പയർ ചെയ്യാനുള്ള നോളജും ഉണ്ടായിരിക്കണം. 3 ഇയർ എക്സ്പീരിയൻസ് നിർബന്ധമാണ് മോട്ടോർ ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ട്. പിന്നെ പൊളൈറ്റ് ബിഹേവിയർ ആയിരിക്കണം കേട്ടോ. അപ്പം നമുക്ക് നല്ല റെസ്പെക്റ്റും അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെയുള്ള ഒരു രീതിയിലുള്ള വിനയൊക്കെയുള്ള രീതിയിലുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് എക്സ്പീരിയൻസ് നിർബന്ധമാണ്.
അടുത്ത നമുക്ക് മെസ്സഞ്ചർ കം റൈഡറാണ് ഒരു വേക്കൻസി അൺറിസർവ്ഡ് പോസ്റ്റാണ്. ഏത് കാറ്റഗറിയിലവർക്ക് അപ്ലൈ ചെയ്യാം. പേ ലെവൽ 2 ആണ്, 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇതിലേക്കും +2 ആണ് വിദ്യാഭ്യാസ യോഗ്യത വേണ്ടത്. പ്ലസ് വാലിഡ് ആയിട്ടുള്ള മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കും. അത് 2 വീലർ അല്ലെങ്കിൽ കാറിലുള്ള അതായത് 4 വീലുമായി ബന്ധപ്പെട്ടുള്ള എന്ത് വേണം, ലൈസൻസ് വേണം. 2 വീലർ അല്ലെങ്കിലാണ് കാർ കേട്ടോ. ഓക്കെ, അത് 4 വീലർ അല്ലെങ്കിൽ 2 വീലർ ഏതെങ്കിലും ഒന്ന് മതി. പക്ഷേ 3 ഇയർ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. മോട്ടോർ മെക്കാനിസമായി ബന്ധപ്പെട്ട് ഉള്ളൊരു നോളജ് ഒക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, പിന്നെ അടുത്ത് വരുന്ന സ്റ്റെനോഗ്രാഫറാണ് 4 വേക്കൻസി. പേ ലെവൽ 4 ആണ്. ഇതിലേക്ക് +2 ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് സ്റ്റെനോഗ്രാഫി അറിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്തിട്ട് കാര്യമുള്ളൂ. 80 വേർഡ് പെർ മിനിറ്റ് എന്നുള്ള രീതിയിൽ ഷോർട്ട് ആൻഡ് സ്പീഡൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ടൈപ്പിംഗ് സ്പീഡും ഒക്കെ ഉണ്ടായിരിക്കണം. പിന്നെ കമ്പ്യൂട്ടറിലുള്ള നോളജ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അടുത്തത് നമുക്ക് പ്രൂഫ് റീഡർ കം ജനറൽ അസിസ്റ്റൻ്റ് ആണ്. 2 വേക്കൻസി. പേ ലെവൽ 4 ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി മതി. പക്ഷേ ഹിന്ദിയോ ഇംഗ്ലീഷോ നിങ്ങൾ ആ ഡിഗ്രിയിൽ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഹിന്ദിയോ ഇംഗ്ലീഷോ നിങ്ങളൊരു സബ്ജക്റ്റായിട്ട് പഠിച്ചിട്ടൊരു ബിരുദം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഇതിൽ പ്രൂഫ് റീഡർ ആണല്ലോ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷോ ഹിന്ദിയിലൊക്കെ നിങ്ങൾക്ക് എന്താണ് റീഡ് ചെയ്യാൻ ഉള്ള എബിലിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ഇംഗ്ലീഷോ ഹിന്ദിയിലൊക്കെ നല്ല നോളജ് ഉണ്ടായിരിക്കണം കേട്ടോ. നമുക്ക് പ്രൊഫഷൻ്റെ ആയിരിക്കണം എന്നുള്ളതാണ്. പിന്നെ കമ്പ്യൂട്ടറിൻ്റെ ബേസിക് നോളജ് ഉണ്ടായിരിക്കണം. എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ വരുന്നതൊക്കെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. ഇതിലേക്കൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് വേണം. ഓക്കെ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പബ്ലിക്കേഷൻ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റ് ആണെങ്കിൽ പേ ലെവൽ 6 ആണ്. 5 വേക്കൻസി ഉണ്ട്. ഇതിലേക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി മതി. പ്ലസ് നിങ്ങൾക്ക് എന്താണ് പ്രിൻറ്റിങ്ങിലുള്ള ഡിപ്ലോമ ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇനി പ്രിൻറ്റിങ്ങിൽ ഡിപ്ലോമ ഇല്ലെങ്കിൽ ഒരു 5 ഇയേഴ്സ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പ്രിൻറ്റിങ്ങുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയും പ്ലസ് പ്രിൻറ്റിങ്ങിലുള്ള ഡിപ്ലോമയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലെ ഡിഗ്രിയും പ്ലസ് എന്താണ് 5 ഇയർ എക്സ്പീരിയൻസ് പ്രിൻറ്റിങ്ങുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ പ്രിൻറ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ബുക്ക് പബ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള അതിൻ്റെ പ്രോസസ്സൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. പിന്നെ കമ്പ്യൂട്ടർ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് ബേസിക് നോളജ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇവിടുന്ന് മുകളിലേക്കുള്ള പ്രോഗ്രാം അസിസ്റ്റൻറ്റ് 5 ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണം. അതുപോലെ തന്നെ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് 5 ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണം. അങ്ങനെ എലിജിബിൾ ആയുള്ള വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക. പിന്നെ ഇവിടെ 3 ഇയർ എക്സ്പീരിയൻസ് ആണ്. ട്രാൻസ്ലേഷൻ ഓഫീസർ. പിന്നെ അടുത്തത് സീനിയർ ലൈബ്രറി, ഇതിൻ്റെ 5 ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ്. ഇവിടെ 5 ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണം. അസിസ്റ്റൻറ്റ് എഡിറ്റർ, ഇവിടെയൊക്കെ എക്സ്പീരിയൻസ് ആണ്. അത് 7 ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് ഡെപ്യൂട്ടി സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നമ്മൾ പോസ്റ്റലായിട്ടാണ് അയച്ചു കൊടുക്കേണ്ടത്. അതായത് ഓഫ്ലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഇതിൻ്റെ അപേക്ഷാ ഫോം ഉണ്ട്. അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കൊക്കെ തരാം. അപ്പോൾ അപേക്ഷാ ഫോം നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നമ്മൾ ഒട്ടിക്കണം. അതുപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണോ നമ്മൾ അവകാശപ്പെടുന്ന അതിൻ്റെ എല്ലാം സെൽഫ് അറ്റസ്റ്റഡ് ഡോക്യുമെൻറ്റ്സും അപേക്ഷയുടെ കൂടെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു അഡ്രസ്സ് ഉണ്ടല്ലോ, ദ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് കൂടെ കാണാം, സാഹിത്യ അക്കാദമി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു അഡ്രസ്സ് പിൻകോഡ് സൈഡ് ഇവിടെ ഉണ്ട്. ഈ അഡ്രസ്സിലേക്ക് സ്പീഡ് പോസ്റ്റ് ആയിട്ടോ രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ടോ നിങ്ങൾക്ക് അയക്കാം. അയച്ചു കൊടുക്കേണ്ട അവസാന തീയതി ഞാൻ പറയാം, സെപ്റ്റംബർ 21 കേട്ടോ. ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 21 ഉള്ളിൽ അവിടെ എത്തണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അയച്ചു കൊടുക്കുന്ന പോസ്റ്റൽ കവർ ഉണ്ടാവില്ല, ആ പോസ്റ്റൽ കവറിൻ്റെ മുകളിൽ നമ്മൾ ഫ്രം അഡ്രസ്സും ഈ ടു അഡ്രസ്സും എഴുതണം. ഫ്രം അഡ്രസ്സ് നമ്മളുടെ ടു അഡ്രസ്സ് ഈ പറഞ്ഞ ഈ ഇവിടെ ദ സെക്രട്ടറിയും തുടങ്ങിയിട്ട് പിൻകോഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം, ന്യൂഡൽഹി എന്ന് പറഞ്ഞിട്ട് ഇതുവരെ പിൻകോഡ് വരെ എഴുതണം. എന്നതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഏത് പോസ്റ്റിനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അത് നമ്മൾ ഈ രീതിയിൽ വാചകം എഴുതണം. അപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് MTS ആണ്, MTS അതും പാടെ അവിടെ എഴുതി ചേർക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, നമ്മുടെ പോസ്റ്റൽ കവറിൻ്റെ മുകളിൽ. ഓക്കെ, എന്നിട്ട് നമ്മൾ സ്പീഡ് പോസ്റ്റ് ആയിട്ട് സെപ്റ്റംബർ 21 ഉള്ളിലായിട്ട് നമ്മൾ അവിടെ എത്തണം നമ്മുടെ അപേക്ഷ. പിന്നെ ഇതിലേക്ക് അപേക്ഷ ഫീസ് ഉണ്ട്. അപേക്ഷ ഫീസ് പറഞ്ഞപ്പോൾ പേ ലെവൽ 10-11 അത് നമ്മൾ ഫസ്റ്റ് നോട്ടിഫിക്കേഷനിൽ ഞാൻ കാണിച്ചില്ലേ, ഒന്നുകൂടെ ഞാൻ കാണിക്കാം. പേ ലെവൽ 10-11 എന്ന് പറയുന്നത് ഏറ്റവും ഫസ്റ്റ് ആദ്യത്തെ 2 പോസ്റ്റാണ്. ഓക്കെ, അതിനാണ് കുറച്ച് വലിയ എമൗണ്ട് വരുന്നത്. ഓക്കെ, ഇതാണ് പേ ലെവൽ 11, 10. ബാക്കി താഴോട്ടെല്ലാം പേ ലെവൽ 6 അതിന് താഴോട്ട് വരുന്നതാണ്. ഓക്കെ, ഇപ്പോൾ സീരിയൽ നമ്പർ 3 മുതൽ 1 ഉം 2ൻ്റെതാണ് ഇപ്പം നമ്മൾ പറയുന്നത്. ബാക്കി 3 മുതൽ ലാസ്റ്റ് വരെയുള്ളത് മറ്റൊരു കാറ്റഗറി. ഓക്കെ, ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ സീരിയൽ നമ്പർ 1 ഉം 2ൻ്റെ ആണെങ്കിൽ നല്ല എമൗണ്ട് എക്സാം ഫീ വരുന്നുണ്ട്. എന്നാൽ പേ ലെവൽ 1 to 6 വരെയുള്ള പോസ്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ജനറൽ OBC കാൻഡിഡേറ്റ്സിന് 800 രൂപയും SC/ST ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 500 രൂപയാണ്. SC/ST കാൻഡിഡേറ്റ്സിനും അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും നിങ്ങൾ ഏത് കാറ്റഗറി ആണെങ്കിലും നിങ്ങൾക്ക് 500 രൂപ മതി. EWS അതേപോലെ ഡിസബിലിറ്റി ഉള്ള വിദ്യാർത്ഥികൾക്ക് യാതൊരു ഫീസും വേണ്ട, ഫ്രീ ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, നമ്മൾ ഈ അപേക്ഷാ ഫീസ് എടുക്കേണ്ടത് DD ആയിട്ടാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ DD ആയിട്ട് എടുക്കുമ്പോൾ നിങ്ങൾ അവിടെ ഫേവർ ഓഫ് എന്നുള്ളത് കൊടുക്കണം നമ്മൾ DDയിൽ. അപ്പോൾ അത് നിങ്ങൾ ബാങ്കിൽ പറയേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ ആ ഫോമിൽ എഴുതി കൊടുക്കേണ്ടതാണ് സെക്രട്ടറി
ഇവിടെ കാണാം സാഹിത്യ അക്കാദമി ന്യൂഡൽഹി എന്നുള്ളതാണ് കേട്ടോ. ഫേവർ ഓഫ് എന്നുള്ളത് നിങ്ങൾ ചോദിച്ചാൽ മതി, ബാങ്കിൽ അവർ എവിടെ ഇതുണ്ടെന്ന് പറഞ്ഞുതരും. നമ്മൾ ഡി ഡി എടുക്കുന്നതിന് ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കും, അത് വെച്ചിട്ടാണ് അവർ ഡി ഡി എടുത്തുതരിക. അപ്പോൾ അത് നമ്മൾ ഡി ഡി എടുത്തിട്ട് നമ്മുടെ ഡി ഡിയും നമ്മുടെ അപേക്ഷയുടെ കൂടെ വെക്കണം കേട്ടോ, അപേക്ഷയുടെ കൂടെ അയച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഒന്നിലധികം പോസ്റ്റിലേക്ക് അപ്ലൈ ആണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ഡി ഡി എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് അപേക്ഷ തയ്യാറാക്കി അയച്ചു കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു അപേക്ഷയിൽ തന്നെ ഒന്നിലധികം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഒന്നിലധികം പോസ്റ്റിലേക്ക് അപ്ലൈ ആണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അപേക്ഷ ഫോം ഫില്ല് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് ഡി ഡി എടുത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് റൂൾ പ്രകാരം ഉണ്ടായിരിക്കും, SC/ST OBCക്കൊക്കെ. ഓക്കെ, അപ്പോൾ 50 വയസ്സാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. എല്ലാ പോസ്റ്റിലേക്കും 50 വയസ്സാണ് ഈ മാക്സിമം ഏജ് ലിമിറ്റ്. എല്ലാത്തിലും നിങ്ങൾക്ക് ഇവിടെ കാണാം 50 ഏജ് ലിമിറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനി ഇതിൻ്റെ ഫോം ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ആവുന്ന ലിങ്ക് തരും. അപ്ലൈ ആവുന്ന ലിങ്ക് തരുന്ന സമയത്ത് ഈ ഒരു പേജിലേക്കായിരിക്കും നിങ്ങൾ വരിക. സാഹിത്യ അക്കാദമി റിക്രൂട്ട്മെൻറ്റ് 2026 എന്നിട്ട് താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 21 ഏറ്റവും താഴേക്ക് വരിക. ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്ത് വരിക. ഓക്കെ, പിന്നെ നമ്മുടെ യൂട്യൂബിൽ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കണമെങ്കിൽ, അതായത് നമ്മുടെ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ അവിടെ ലിങ്ക് ഉണ്ട്. ജോയിൻ GOCL എജുലാൻഡ് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അത്തരം എക്സ്ക്ലൂസീവ് കണ്ടൻറ്റൊക്കെ നമ്മൾ മെമ്പേഴ്സ് ഓൺലി ചെയ്യുന്നുണ്ട്. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. നോട്ടിഫിക്കേഷൻ കണ്ടോ, നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ PDF ആയിട്ട് ലഭിക്കും. അതുപോലെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോട്ടിഫിക്കേഷനും ഉണ്ട് PDF ആയിട്ട്. ജസ്റ്റ് നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാൻ കാണാവുന്നതാണ്. അപ്ലിക്കേഷൻ ഫോം ഡെപ്യൂട്ടി സെക്രട്ടറിക്ക് വേറെ തന്നെയാണ് അപ്ലിക്കേഷൻ ഫോം. അതുപോലെ അസിസ്റ്റൻറ്റ് എഡിറ്ററിനും വേറെ തന്നെയാണ്. ഇപ്പോൾ അസിസ്റ്റൻറ്റ് എഡിറ്റർ ജസ്റ്റ് ഞാനിവിടെ ഓപ്പൺ ആക്കി തരാം. ഇപ്പോൾ അസിസ്റ്റൻറ്റ് എഡിറ്റർ നമ്മൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം. ഇവിടെ നിങ്ങൾക്ക് റെഫറൻസ് നമ്പർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ റെഫറൻസ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ ഇപ്പം ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മുകേഷ് കുമാർ എന്നുള്ള ആളാണെങ്കിൽ അതിൻ്റെ MUK, അപ്പോൾ MUK എന്ന് ഇവിടെ എഴുതുക. അത് അവിടെ എഴുതി വെച്ചിട്ട് അതേപോലെ നമ്മൾ എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങളുടെ പേര് രാജു എന്നാണെങ്കിൽ RAJ എന്ന് ഇവിടെ എഴുതുക. ഓക്കെ, ഇതവിടെ നിങ്ങൾ ജസ്റ്റ് ഇത് ആരോ അപ്ലൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ കേട്ടോ, RAJ എന്ന് ഇവിടെ എഴുതുക. രാജു എന്നുള്ളതിൽ 3 അക്ഷരം. പിന്നെ നമ്മുടെ ഇയർ ഓഫ് ബർത്ത് 2000 ആണെങ്കിൽ 2000 എന്ന് ഇവിടെ കൂട്ടി ചെയ്താൽ. ഓക്കെ, അത് അങ്ങനെയാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ അത് നമുക്ക് മറ്റ് പോസ്റ്റിനൊന്നുമില്ല, ഈ 2 പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷനിലാണ് ഈ കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്ലിക്കേഷൻ ഫോമിലാണ് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യേണ്ടത്. എന്നാൽ ജസ്റ്റ് കാണിച്ചതാണ്. ആരെങ്കിലും അങ്ങനെ ഈ കാറ്റഗറി പോസ്റ്റിന് അപ്ലൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ കേട്ടോ, ഡെപ്യൂട്ടി സെക്രട്ടറി ആണെങ്കിലും അസിസ്റ്റൻറ്റ് എഡിറ്റർ ആണെങ്കിലും ബാക്കിയുള്ള എല്ലാ പോസ്റ്റും, അതായത് സീരിയൽ നമ്പർ അവിടെ നിങ്ങോട്ട് 3 മുതൽ ബാക്കി എല്ലാ പോസ്റ്റിനും നിങ്ങൾക്ക് അതേഴ്സ് എന്നുള്ള ഇതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്ലിക്കേഷൻ ഫോം അതേഴ്സ് എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു അപ്ലിക്കേഷൻ ഫോം കിട്ടും. അപ്പോൾ ബാക്കിയുള്ള എല്ലാ പോസ്റ്റിനേക്കും ഈ ഒരു ഫോമാണ് ഫില്ല് ചെയ്യേണ്ടത് കേട്ടോ. സീരിയൽ നമ്പർ 3 മുതൽ ലാസ്റ്റ് വരെയുള്ള എല്ലാ പോസ്റ്റും കേട്ടോ. ആ 2 പോസ്റ്റിന് മാത്രം, അതായത് ഡെപ്യൂട്ടി സെക്രട്ടറിയും അസിസ്റ്റൻറ്റ് എഡിറ്ററിനും മാത്രമാണ് അതായത് ലിങ്കുകൾ വേറെ സെപ്പറേറ്റ് ഉണ്ട്. ബാക്കി എല്ലാ പോസ്റ്റിനും ഈ സെയിം ഫോമാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബാധകമല്ലാത്ത ഏതെങ്കിലും കോളം വന്നാൽ എന്നെയാണ് സൂചിപ്പിച്ചാൽ മതി കേട്ടോ. നോട്ട് അപ്ലിക്കബിൾ എന്നുള്ളത് എന്നെയാണ് സൂചിപ്പിച്ചാൽ മതി. അപ്പോൾ ആദ്യം ഏത് പോസ്റ്റിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്? ഇപ്പോൾ MTS ആണ് MTS. ഇവിടെ ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞില്ലേ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലൊക്കേഷൻ, ഇപ്പോൾ MTS ഇപ്പോൾ നമുക്ക് എവിടേക്കാണ് വേക്കൻസി ഉള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് താല്പര്യം, ഏത് ലൊക്കേഷനിലേക്കാണ്? ഇപ്പോൾ ഇവിടെ MTS ഞാനിവിടെ ചെന്നൈയാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കൊടുക്കുക, 1 സബ് ഓഫീസ് ചെന്നൈ എന്ന് കൊടുക്കുക. നമ്പർ അടക്കം കൊടുക്കണേ, 1 സബ് ഓഫീസ് ചെന്നൈ എന്ന് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ജസ്റ്റ് എഴുതാം. ഇത് പ്രിൻ്റ് എടുക്കട്ടോ, പ്രിൻ്റ് എടുത്ത് നിങ്ങൾ എഴുതിയാൽ മതി. പിന്നെ നിങ്ങളുടെ പേര്, ഫാദറിൻ്റെ പേര്, ഇതൊക്കെ ബേസിക് ഡീറ്റെയിൽസ് ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു റീസെൻ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഒട്ടിച്ചിട്ട് ജസ്റ്റ് അറ്റസ്റ്റ് ചെയ്യുക, സൈൻ ചെയ്യുക ക്രോസ് ആയിട്ട്. ഓക്കെ, പിന്നെ ഏജ് കാര്യങ്ങൾ ഇതിലൊന്നും നമ്മൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബേസിക് കാര്യങ്ങളാണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ട് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ ഇവിടെ പ്ലേസ്, ഡേറ്റ്, നിങ്ങളുടെ സിഗ്നേച്ചർ ചെയ്ത് എന്നിട്ട് പോസ്റ്റൽ കവറിലിട്ട് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്പീഡ് പോസ്റ്റായിട്ട് അയച്ചു കൊടുക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 21. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക്